കണ്ണിന് കൗതുകക്കാഴ്ചയായി മൂട്ടിപ്പഴം. ചെറുപുഴ പുളിങ്ങോം റോഡിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള കാട്ടിലാണ് നയനമനോഹരമായ കാഴ്ചയായി മൂട്ടിപ്പഴം പഴുത്തു പാകമായി നിൽക്കുന്നത്. മൂട്ടിപ്പഴം, മൂട്ടിപ്പുളി, മൂട്ടിക്കായ്പൻ, കുറുക്കൻ തൂറി, കുന്തപ്പഴം, മൂട്ടിത്തൂറി തുടങ്ങിയ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ നിത്യഹരിത വനങ്ങളിലാണ് മൂട്ടിപ്പഴത്തെ സാധാരണയായി കാണപ്പെടുന്നത്. ബക്കൗറിയ കോറിട്ടലെൻസിസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ സസ്യത്തെ അറിയപ്പെടുന്നത്. പഴയ കാലങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരും നായാട്ടിന് കാട്ടിൽ കയറുന്നവരുമാണ് ഈ പഴം ഉപയോഗിച്ചു വന്നിരുന്നത്. അടുത്ത കാലത്താണ് മലയോരത്ത് ചിലർ മൂട്ടിപ്പഴത്തിൻ്റെ ഗുണം മനസ്സിലാക്കിയത്. മരത്തിൻ്റെ തടിയിലാണ് പൂക്കൾ വിരിയുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് പൂവിടുന്നത്. ദളങ്ങളില്ലാത്ത പൂക്കൾക്ക് ചുവപ്പ് നിറമാണ്. പഴുക്കുമ്പോൾ പഴത്തിൻ്റെ നിറം കടും ചുവപ്പാകും. മറ്റുള്ള വൃക്ഷങ്ങളെപ്പോലെ ഇതിൻ്റെ ശിഖരങ്ങളിൽ അധികം പഴം ഉണ്ടാകാറില്ല. പകരം വൃക്ഷത്തിൻ്റെ തായ്തടിയുടെ മൂട്ടിൽ നിന്നും മുകളിലേക്ക് പഴങ്ങൾ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഈ വൃക്ഷത്തിന് മൂട്ടിപ്പഴം എന്ന പേര് വന്നത്. പുളിപ്പും മധുരവുമുള്ളതാണ് ഈ ഫലം. മലയണ്ണാൻ, കുരങ്ങ്, കരടി തുടങ്ങിയ മൃഗങ്ങളുടെ ഇഷ്ടഭക്ഷണം കൂടിയാണിത്. റംബൂട്ടാൻ്റെ ഫലവുമായി ഇതിന് ഏറെ സാമ്യവുമുണ്ട്. കട്ടിയുള്ള തോട് പൊളിച്ച് അകത്തുള്ള ജെല്ലി പോലെയുള്ള ഭാഗമാണ് ഭക്ഷിക്കുന്നത്. ഇതിൻ്റെ തോടുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാനും സാധിക്കും. ഉദരരോഗത്തിന് മൂട്ടിപ്പഴം ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണോ? ഓഫ് കോഴ്സ്, 100%. എങ്ങനെയുണ്ട്? എന്താ സംശയം? 100-ൽ 100. വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി.